തന്നെയാണ്. അവർ മെറ്റീരിയലിസ്റ്റ് സമൂഹമാണ്. അവരെ വിഷയം അവർക്കുടെ വിഭവങ്ങളാണ്. റസൂലുള്ള പറഞ്ഞു, ഇനി ഒരാൾക്ക് മുതലുണ്ടായിന്ന് വെച്ചാൽ തന്നെ അത് വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞല്ലോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസൽ ഗിനാ അൻ ഖിറത്തിൽ അർളി, ഒരാൾക്കുടെ കയ്യിലുള്ള വിഭവത്തിന്റെ ആധിക്യമല്ല അയാളുടെ സമ്പന്നത, വലാകിന്നൽ ഗിനാ ഗിനാ നഫ്സി, ആത്മാവിന്റെ സമ്പന്നതയാണ് സമ്പന്നത എന്ന് പുണ്യ നബി. അപ്പോൾ സമ്പത്തിന്റെ കൺസെപ്റ്റിൽ തന്നെ വ്യത്യാസമുണ്ട് അവരും ഇവരും തമ്മിൽ. മനസ്സിലായില്ല? വളരെ നമ്മൾ ചിന്തിക്കണം. ഈ രണ്ട് വിഭാഗത്തിന്റെയും സമ്പത്ത് എന്ന കൺസെപ്റ്റിൽ തന്നെ വ്യത്യാസമുണ്ട്. പരമാവധി വിഭവങ്ങളുണ്ട് എന്നാണ് പറയുക. അമേരിക്കയിലെല്ലാം ബാക്കിയാണ് എന്നാണ്. എന്താ ബാക്കിയുള്ളത്? ധാന്യങ്ങൾ ബാക്കിയാണ്, പണം എന്താ ബാക്കിയാണ്, ടെക്നോളജി ബാക്കിയാണ്, എല്ലാം ബാക്കിയാണ്, ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ബാക്കിയാണ്, എല്ലാം ബാക്കിയാണ്, ഒക്കെ ബാക്കിയാണ്. ഇതാണ് അവർ പറയാ. അവർ രണ്ടാം കിട പൗരന്മാരും ലോകത്തെ മൂന്നാം കിട രാജ്യങ്ങളുമാക്കി കണക്കാക്കി അവരെ കയ്യിലുള്ള അത്ര വിഭവങ്ങൾ നമ്മളെ കയ്യിൽ ഇല്ല എന്നതിന്റെ പേരിലാണ്. അപ്പോൾ അത് ഇബ്ലീസി പക്ഷത്തിലുള്ള വായനയാണത്. ഇതങ്ങനെയല്ല. നമ്മൾ ചിന്തിക്കണം. അവർക്ക് ആത്മീയമായ ചിന്തയില്ല. നമ്മളെ നേതാവ് പറഞ്ഞത് അതാണ് പുണ്യനബി. ഉറക്കപ്പറ പുണ്യനബി. ഏറ്റവും കയ്യിൽ ഇഷ്ടം പോലെ മെറ്റീരിയൽ ഒക്കെ ഉണ്ടായിരുന്ന ആളുകളെ പറ്റി എന്താ പറഞ്ഞത്? കം തറകു മിൻ ജന്നാതിൻ വഅയൂൻ വസ്റൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹിൻ കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ فما بكت عليهم السماء والأرض وما كانوا منظرين. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഒറ്റ വാടിക്ക് ഈ ആയത്തിന് അർത്ഥം വെച്ച് നോക്കൂ. കം തറകു മിൻ ജന്നാതിൻ വഅയൂൻ വസ്റൂഇൻ വമഖാമിൻ കരീം. വലിയ വലിയ ധനാഢ്യന്മാരായിരുന്നു ഫറോവയും മന്ത്രിമാരും. അവരൊന്നും ചത്തിട്ട് ആകാശവും കരഞ്ഞിട്ടില്ല, ഭൂമിയും കരഞ്ഞിട്ടില്ല. നിസാരവൽക്കരിക്കുന്നതിന്റെ പരമാവധിയാണ്. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിലും ഒരു മുതൽ കിട്ടിയവരും ഒരു മുതൽ കിട്ടാൻ നോക്കുന്നവരും അവരൊന്നും മരിച്ചാൽ ആകാശവും കരയില്ല, ഭൂമി കരയില്ല എന്ന് പുതിയ സാരം. അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഇതാണ് ഈ ആയത്തിന്റെ ഇപ്പോഴത്തെ പുതിയ 21ാം നൂറ്റാണ്ടിലെ പുതിയ അർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകളും ക്യാപിറ്റലിസ്റ്റുകളും രണ്ടു കൂട്ടർ മരിച്ചാലും ആകാശവും കരയില്ല, ഭൂമിയും കരയില്ല എന്നുള്ളതാണ് ഈ ആയത്തിന്റെ ഏറ്റവും പുതിയ വ്യാഖ്യാനം. കാരണം രണ്ടും മെറ്റീരിയൽ ബേസ്ഡ് സൊസൈറ്റിയാണ്. അവരെ പറ്റി ഖുർആൻ പറഞ്ഞത് ഏറ്റവും വലിയ സാധനം കയ്യിലുള്ള ആളുകളായിരുന്നു ഫിർഔനും മന്ത്രിമാരും. അവർ ചത്തപ്പോൾ ആകാശം കരഞ്ഞിട്ടില്ല, ഭൂമിയും കരഞ്ഞിട്ടില്ല. ഈ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബി, ആകാശവും ഭൂമിയും ഒരു മനുഷ്യൻ സമൂഹം മരിച്ചപ്പോൾ കരഞ്ഞിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ആകാശവും ഭൂമിയും ഒക്കെ കരയാറുണ്ടോ നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നഅം ഇദാ മാതൽ അബ്ദു സ്വാലിഹു, ആത്മാവ് നിറഞ്ഞൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ മരിച്ചാൽ തബ്കി സമാഉ വൽ അർദു അലൈഹി, ആത്മവാദി മരിച്ചാൽ ആകാശവും കരയും, ഭൂമിയും കരയും. ഇതാണ് പ്രവാചക പക്ഷം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതാണ് നമ്മൾ രണ്ടുകൂട്ടർ കാഴ്ചപ്പാട് തന്നെ. രണ്ട് വീക്ഷണം, രണ്ട് അടിത്തറയാണ്. മറ്റു രണ്ടിന്റെ അടിത്തറ ഇന്നിപ്പോ ലോകം പറയുന്നത് വിഭിന്ന വീക്ഷണങ്ങളിലുള്ള രണ്ട് വിഭാഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തെയും ക്യാപിറ്റലിസത്തെ പറ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒറ്റ വീക്ഷണത്തിന്റെ ആളുകളാണ്. രണ്ട് വീക്ഷണമല്ല. കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഒറ്റ വീക്ഷണ, രണ്ട് വീക്ഷണമല്ല. രണ്ടും പണാധിഷ്ഠിത സമൂഹമാണ്. ഒന്ന് പണം കിട്ടിയതിന്റെ പേരിലുള്ള പൊലിമ, ഒന്ന് പണം കിട്ടാൻ വേണ്ടിയുള്ള തത്രപ്പാടും ആധിയും. ഇതന്നെയാണ് പണം തന്നെ അടിത്തറ. അതുകൊണ്ട് അവരും നമ്മളും തമ്മിലുള്ള കാഴ്ചപ്പാടിൽ തന്നെ വ്യത്യാസമുണ്ട്. അവർക്ക് സ്കോപ്പ്, അവരിപ്പോ സ്കോപ്പിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ഇതാണ് ഇപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം സ്കോപ്പാണ്. സ്കോപ്പ് ഉണ്ടോ? നല്ല സ്കോപ്പ്. ഈ സ്കോപ്പ് എന്നെ നമ്മളും അവരും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അവരെ സ്കോപ്പ് ഈ ദുനിയാവിലെ പരമാവധിയുള്ള നേട്ടമാണ്. നമ്മളെ സ്കോപ്പ് സ്വർഗത്തിലൊരു ഇടം കിട്ടുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്കോപ്പ് തന്നെ വ്യത്യാസം. സ്കോപ്പുള്ള പണിയെടുക്കാൻ നമുക്കിപ്പോ സ്കോപ്പുള്ള സീസണാണത്. ഏത്? റമളാൻ. അവർക്ക് സ്കോപ്പുള്ള സീസൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഏഷ്യാഡോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വേൾഡ് കപ്പ് ഒക്കെ വരലാണ്. ഒരു വേൾഡ് കപ്പ് വന്നാൽ അവർക്ക് നല്ല സ്കോപ്പാണ്. കാരണം പരമാവധി പൈസ ഉണ്ടാക്കാം. അതാണ്. ആ പൈസ ഉണ്ടാക്കിയിട്ടാണ് ഇരിക്കുക. ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ 10,000-കണക്കിന് വേശ്യകളെയാണ് ഇക്കൊല്ലം ഇറക്കിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വേശ്യകളുള്ള രാജ്യമാണ് ഇന്ന് ആഫ്രിക്ക. ലോകത്തിന്റെ മറ്റു പല രാജ്യങ്ങളിലേക്കും വേശ്യകളെ കയറ്റിവിടുന്ന രാജ്യമാണ് ആഫ്രിക്ക. ആ ആഫ്രിക്ക പോലും യൂറോപ്പിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും വേശ്യകളെ കൊണ്ടുവന്നു. ഇതിനൊന്ന് തികയാഞ്ഞിട്ട് ഈ കഴിഞ്ഞ പന്തളിക്ക് ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഒരു സത്യമായിട്ടോട് തുറന്നു പറയല്ലാതെ നിർവാഹമല്ല എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്.
റൂമുകൾ കൊടുക്കാൻ വേശ്യാവൃത്തി നടത്തുന്നവർക്ക്, ജോനാസ്ബർഗിലെ വേശ്യാവൃത്തി നടക്കുന്നവർക്ക് റൂം കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നല്ല മൊബൈൽ ബസ് സർവീസ് നൽകി എന്നുള്ളതാണ്. ഒക്കെ പഠിച്ചു നോക്കൂ. അങ്ങനെയാണ്, അതാണ് അവരുടെ ജീവിതം. അങ്ങനെയാണ്, സുഖങ്ങളുടെയും ആസ്വാദനത്തിന്റെയും വിദ്യാലയമാണ് അവര്. അതാണ് അവരുടെ ലാഭം. അവരുടെ സീസണാണ് ഇപ്പൊ കഴിഞ്ഞത്, നമ്മളെ സീസണാണത്. അപ്പൊ സ്കോപ്പിൽ തന്നെ വ്യത്യാസമുണ്ട്. കാഴ്ചപ്പാട്, സ്കോപ്പ്, നല്ല സ്കോപ്പ് ഉള്ളതാണ്, നല്ല സ്കോപ്പുള്ള പരിപാടിയാണ്, നല്ല സ്കോപ്പുള്ള ഡിഗ്രിയാണ്, നല്ല സ്കോപ്പുള്ള വിദ്യാഭ്യാസം. സ്കോപ്പ് എന്താണ്? ഇപ്പൊ നമ്മളിപ്പോ ഒരു തരം സ്കോപ്പികളായി മാറിയിട്ടുണ്ട്. നമ്മളും സ്കോപ്പികളാണ്. നമുക്ക് അത് നല്ല സ്കോപ്പാണ്. എന്താണ് അതിന് ചേർക്കുക, അത് നല്ല സ്കോപ്പാണ്. എന്തിന് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ പരമാവധി മനുഷ്യന്മാരെ കീശയ്ക്ക് കൈയിട്ട് വരാൻ സ്കോപ്പ്. ഇതാണ് ഒരു വില്ലേജ് ഓഫീസർ ആയാൽ നല്ല സ്കോപ്പാണ്. എന്താ സ്കോപ്പ്? മേശയുടെ മുകളിൽ കിട്ടുന്നതിനേക്കാൾ മേശയുടെ താഴെ കിട്ടും എന്നതാണ് സ്കോപ്പ്. അതാണ് അതിന്റെ സ്കോപ്പ്. അവിടെയാണ് അവരുടെ സ്കോപ്പ്. നമ്മുടെ സ്കോപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. നമ്മുടെ സ്കോപ്പ് അനർഹമായ ഒരു റുപിക ഫാത്തിമ എടുത്താലും ഞാൻ മുഹമ്മദ് അവളെ കൈവിട്ടുമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ. അങ്ങനത്തെ ചിന്ത അവിടെ ഇല്ല തന്നെ. നമ്മുടെ കൈവെട്ടലിനെ കുറിച്ച് അവർ കാടത്തെന്നാ പറയുന്നത്. അവരുടെ വെട്ടാതിരിക്കലിനെ കുറിച്ച് നമുക്ക് കാടത്തെന്നും പറയാൻ കഴിയാത്തത് അതിനുള്ള കാരണം നമ്മളിപ്പോ അവരെ ആയിപ്പോയി. ചിന്ത കൊണ്ട് വിശ്വാസം നമ്മളെ സ്വാധീനിച്ചുകൊണ്ടാ. അല്ലെങ്കിൽ നമ്മൾ പറയും ഈ കട്ടവന്റെ കൈ വെട്ടാതിരിക്കുന്നത് എത്ര വലിയ അത്ഭുതമാണ്. അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസറി റളിയല്ലാഹു അൻഹു സ്വഹാബികളെ പറ്റി പഠിച്ചപ്പോൾ താബിഈങ്ങളോട് പറഞ്ഞു, ഞാൻ സ്വഹാബികളെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ഇന്നത്തെ നമ്മളെയൊക്കെ സ്വഹാബികൾ കണ്ടിരുന്നെങ്കിൽ സ്വഹാബികൾ ശൈത്താന്മാരാണ് എന്നാണ് നമ്മളെ പറ്റി പറയുക. അവരെ നമ്മൾ കാണുകയാണെങ്കിൽ അവരെ പറ്റി നമ്മൾ പറയാ അവർ ശൈത്താന്മാരാണ് നമ്മൾ പറയും. അതായത് നമ്മുടെ ചിന്ത അവരുടെ ചിന്തയുമല്ല, അവരുടെ ചിന്ത നമ്മുടെ ചിന്തയുമല്ല എന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു. അതൊരു വലിയ വാക്കാണ് പറഞ്ഞത്, ഗൗരവം. അപ്പോൾ മുഅ്മിനീങ്ങളെ, മനുഷ്യർ ഇവിടെ വെറുതെ വന്നതല്ല. മനുഷ്യന്റെ ലക്ഷ്യം സുഖവും ആസ്വാദനവും അല്ല, ഒരിക്കലും അല്ല. രണ്ടാൾക്ക് രണ്ട് തരം വിജ്ഞാനാണ്. ആത്മീയ വിജ്ഞാനവാദിയാണ് സയ്യിദ്ന ആദം. പിന്നെ ശാരീരിക വിജ്ഞാനം വേണ്ടേനുണ്ട്, അതത്രേ ഉണ്ട്. വേണ്ടെന്നല്ല, ഉണ്ട്. അതിനൊരു പരിധിയുണ്ട്. അത്രേ ഉള്ളൂ. ഭൂമിയിൽ വളരെ ശരീരത്തിന്റെ ഭക്ഷണത്തിന് പരിധിയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നിങ്ങളിപ്പോ ശരീരത്തിന്റെ ഭക്ഷണത്തിന് വിലക്കേർപ്പെട്ടവരാ. ലോകത്തിന്നെങ്കിലും എവിടെയെങ്കിലും ആത്മാവിന്റെ ഭക്ഷണത്തിന് ഒരു വിലക്കേർപ്പെടുത്തിയോ? അതാണ് ആദമും ഇബ്ലീസും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് സാധനത്തിന് ഭക്ഷണം വേണം. ആത്മാവിനും ഭക്ഷണം വേണം, ശരീരത്തിന് ഭക്ഷണം വേണം. ആത്മാവിന്റെ ഭക്ഷണമാണ് വിജ്ഞാനം, ശരീരത്തിന്റെ ഭക്ഷണമാണ് ഉരുട്ടിക്കുഴച്ച് തിന്നുന്നത്. ഉരുട്ടിക്കുഴക്കുന്നതിന് കൊല്ലത്തിൽ ഒരു മാസത്തിൽ നിയന്ത്രണമുണ്ട്. ആത്മാവിന്റെ വിജ്ഞാനത്തിൽ ഭക്ഷണത്തിന് നിയന്ത്രണമില്ല. അതെത്ര കൂട്ടിയോ അത്രയും കഴിക്കാം, അത്രയും നേടാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കുണ്ടോറുമേറിടും എന്മ നൽകും മഹൽ ഗുണം, വിദ്യ തന്നെ മഹാധനം. അപ്പോൾ പിന്നെ എന്തായി? വിജ്ഞാനത്തിന്റെ കൺസെപ്റ്റിൽ തന്നെ രണ്ട് കാഴ്ചപ്പാട് വരും. വിജ്ഞാനം എന്താണ്? വിജ്ഞാനത്തിന് മൂല്യം കൂടിയ വിജ്ഞാനമുണ്ട്. മൂല്യം അതെങ്ങനെയാ മനസ്സിലാക്കുക? ആത്മീയമായ പരിപോഷണത്തിന് ഉപകരിക്കുന്ന വിജ്ഞാനത്തിനാണ് മൂല്യം ഉണ്ടാകുക. അതാണ് പ്രവാചക വിജ്ഞാനം. ശാരീരികമായ സുഖസൗഖ്യങ്ങളുടെ പിന്നാലുള്ള വിജ്ഞാനമാണ് പടിഞ്ഞാറൻ വിജ്ഞാനം. അതിന് വില കുറവാണ്. അത് ഖുർആനിലില്ലേ? ഖുർആൻ അതത്ര പ്രധാനമായി പറഞ്ഞിട്ടൊന്നുമില്ല. ഖുർആന് ശാസ്ത്രമല്ലേ? ഖുർആൻ ശാസ്ത്രത്തിന് വേണ്ടി പറഞ്ഞ ഗ്രന്ഥമല്ല. ഖുർആൻ ആത്മാവിനെ പോഷിപ്പിക്കാൻ വേണ്ടി ശാസ്ത്രത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല. ശാസ്ത്രമില്ലേ? ഉണ്ട്. ഇല്ലാത്തൊന്നുമില്ല. ചിന്തിക്കണം. ഖുർആനിൽ ശാസ്ത്രം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അത് ശാസ്ത്രത്തിന് വേണ്ടിയല്ല, ആത്മാവിന് വേണ്ടി. അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. പടിഞ്ഞാറൻ വിജ്ഞാനത്തിൽ വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചക വിജ്ഞാനത്തിലും വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വ്യത്യാസം, അവിടെ വെള്ളവും ജീവനുമാണ് പ്രൊജക്ട് ചെയ്തത്. ഇവിടെ പ്രൊജക്ട് ചെയ്തത് ഉണ്ടാക്കിയവനാണ്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. പടിഞ്ഞാറുകാർ വെള്ളത്തിൽ നിന്ന് ജീവൻ ഉണ്ടായിന്നേ പറഞ്ഞിട്ടുള്ളൂ. ആരാണ് ഉണ്ടാക്കിയെന്നൊന്നും പറഞ്ഞിട്ടില്ല. മുന്നിലും പറഞ്ഞിട്ടില്ല, ബാക്കിലും പറഞ്ഞിട്ടില്ല. ഇവിടെയോ പറഞ്ഞു എന്ന് മാത്രമല്ല, ആദ്യത്തെ ആയത്തിന്റെ ഭാഗം വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ഇതിന്ന് പടിഞ്ഞാറുകാർ എന്ത് ചെയ്തു? പടിഞ്ഞാറുകാര് നല്ല ഒരു സാധനം വെച്ചിട്ട് ഇങ്ങോട്ട് അരിച്ചെടുത്തിട്ട് അതില് ഉള്ള അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ ഇങ്ങനെ എടുത്തു. വെള്ളം, ജീവൻ. അതുണ്ടാക്കി തന്ന ആളെ വലിച്ചണ്ട് എറിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനത്തെ ഒരാളില്ല ലോകത്ത് എന്നാണ് പറഞ്ഞു.
അങ്ങനത്തെ ഒരാളില്ല, പടച്ചോൻ എന്നൊരാളില്ല തന്നെ. രണ്ട് കാര്യമാണ് ചെയ്തത്. ഒന്ന്, പടിഞ്ഞാറുകാർ പച്ചക്കള്ളന്മാരാണ്. വെള്ളത്തിന് ജീവനുണ്ടായി എന്ന് 18-ാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചത്. അതെങ്ങനെയാണ് 18-ാം നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കാം? ഇത് ആട് മേച്ച് നടന്ന മനുഷ്യന്റെ വായിലൂടെ അള്ളാഹു കൊടുത്തതാ. സയ്യിദുനാ മുഹമ്മദ് ഇല്ലേ? അല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, വെള്ളത്തിൽ നിന്ന് അള്ളാഹു ആണ് ജീവനെ ഉണ്ടാക്കിയത്. വെള്ളമൊന്നുമല്ല, അത് പരിഭാഷ പറയുമ്പോ അങ്ങനെ പോയതാ. അല്ലാഹു വല്ലാഹു ഖലഖ, അല്ലാഹു ഉണ്ടാക്കി, കുല്ല ദാബ എല്ലാ ജീവികളെയും, മിമ്മാ ഇൻ വെള്ളത്തിൽ നിന്ന്. പ്രൊജക്ട് ചെയ്തത് അള്ളാനെയും സൃഷ്ടിപ്പിനെയാണ്. വല്ലാഹു ഖലഖ എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ദാബത്ത് മാ എന്ന് പറഞ്ഞത്. ചിന്തിക്ക്, അള്ളാഹു ആണ് ഉണ്ടാക്കിയത്. അവിടെ പ്രൊജക്ട് ചെയ്യുന്നത് ഇതാണ്. പ്രവാചക വിജ്ഞാനത്തിൽ ശാസ്ത്രജ്ഞൻ ഉണ്ട്. അത് ശാസ്ത്രത്തിന് വേണ്ടിയുള്ള ശാസ്ത്രമല്ല, അത് മനുഷ്യന്റെ ആത്മീയ ഔന്നത്യത്തിന് വേണ്ടിയുള്ള ശാസ്ത്രമാണ്. എല്ലാ ശാസ്ത്രമുണ്ട്, പക്ഷെ അത് ശാസ്ത്രീയ ഗ്രന്ഥമല്ല. അത് പറയാനല്ല.